ഡാർക്കിൻ്റെ ബാഗാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ബാഗിൻ്റെ ഒരു കളർ. നമുക്ക് കാരണം അറിയത്തില്ല, പ്രത്യേകിച്ച് ചളിയൊക്കെ ആകുമ്പോൾ അറിയാത്ത ബാഗ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിങ്ക് ബാഗൊക്കെ എടുത്താൽ പെട്ടെന്ന് ചളിയൊക്കെ അറിയുന്നതാണ്. ഇത് നാല് കല്ല് വരുന്നുണ്ട്. മൂന്നാല് കല്ലുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ബാഗത്തെ കല്ലിൽ തന്നെ ഒരു സൈഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സൊക്കെ വയ്ക്കാം. പിന്നെ അവന് ചെന്നോടൊക്കെ ഇഷ്ടപ്പെട്ടു ഈ കളറ്. അവരുടെ ചേട്ടനും പറഞ്ഞു ഈ ബ്രൗണിൽ എല്ലാം വരുമ്പോൾ നല്ല രസമുണ്ടെന്ന്. ഇതാണ് അവൻ്റെ ഇതിൻ്റെ ബാഗാണ്. എൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. അവന് വൈൽഡ് ക്രാഫ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ നൈറ്റിൻ്റെ ബാഗാണ്. ഞാൻ ഇപ്പോൾ 8th ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബാഗ്. നല്ല ഒരു ഡാർക്ക് ബ്ലൂ, എനിക്ക് ഇഷ്ടപ്പെട്ട കളറും ഡാർക്ക് ബ്ലൂവും നല്ല ഡാർക്ക് ബ്രൗൺ ഒക്കെ ഉണ്ട്. എനിക്ക് ഡാർക്ക് കളേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇതാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഈ ബ്ലൂ. എനിക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല അപ്പം എൻ്റെ ബാഗ് ഇതാണ്. എനിക്ക് ഇപ്രാവശ്യം മേടിച്ചത് സ്റ്റീലിൻ്റെ ബോട്ടിലാണ്. ഞാൻ 4th വരെ കൊണ്ടുവരുന്നത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിക്ക് സ്റ്റീലിൻ്റെ ബോട്ടിലാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് സ്റ്റീലിൻ്റെ ബോട്ടിൽ മേടിച്ചു. അപ്പോൾ അവിടെ വാശി പിടിച്ചു കേട്ടോ. അവന് സ്റ്റീലിൻ്റെ ബോട്ടിൽ വേണം, അവന് ബോട്ടിൽ മേടിക്കില്ല പറഞ്ഞത്. അത് കാരണം അവന് പ്ലാസ്റ്റിക്കിന് അവനെ സെലക്ട് ചെയ്തതാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ. അവന് ഓൾറെഡി ഒരു സ്റ്റീലിൻ്റെ ബോട്ടിലുണ്ട്. അപ്പോൾ അവനൊരു ഗ്രേ കളർ, ഒരു ഗ്രേ ബ്ലാക്ക് ബോട്ടിൽ. അടുത്തത് അവൻ്റെ ഒരു ബോക്സാണ്. ഇത് മുമ്പ് പൊട്ടിച്ച കാരണം എനിക്ക് കവറൊക്കെ പൊട്ടിട്ടിരിക്കുകയാണ്. അവൻ്റെ ബോക്സിന് ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ടോ. ലൈറ്റൊക്കെ നമുക്ക് 2-3 ദിവസം കൊണ്ട് എന്തെങ്കിലും പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവന് അതിൻ്റെ ഉള്ളൊരു റേസറും കട്ടറും ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇതിൽ കട്ടെടുത്ത് ചെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ സൈഡിലൊരു ഹോളുണ്ട്, അതിൽ ചെത്തിയ പെൻസിലൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേസ്റ്റ് വയ്ക്കാം ബോക്സ്. അപ്പോൾ എനിക്ക് പൗച്ചാണ് ഞാൻ മേടിച്ചത്. ഞാൻ മുമ്പ് ക്യാമറയിൽ ഒരു ബോക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് കാരണം ഞാൻ പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാൻ ഒരു പൗച്ചാണ് ഞാൻ മേടിച്ചത്. പിന്നെ അടുത്തത് ഡോംസിൻ്റെ ഒരു ബാക്ക് സ്ക്രേ, ഒരു കുട ഇമ്പോർട്ടൻ്റ് ആണ് മഴയൊക്കെ വരുമ്പോൾ. ഉണ്ണിക്ക് മേടിച്ചില്ല. എന്താ വെച്ചാൽ അവന് സ്കൂൾ ബസ്സിന് കാരണം അവൻ്റെ ക്ലാസ്സിന് അവിടെയൊക്കെ വരും. അത് കാരണം കുഴപ്പമില്ല. പിന്നെ അവന് ക്രയോൺസ് സ്കെച്ച് ഒക്കെ എടുത്ത് വയ്ക്കാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് അവനൊരു പൗച്ച് മേടിച്ചു. അവന് ബോക്സിൽ ഇതൊക്കെ ചെയ്യാം. പിന്നെ എല്ലാവരും മേടിക്കുന്ന പോലെ നോർമലായിട്ടുള്ള പേന മേടിച്ചു. പിന്നെ സ്കെച്ച് ഡോംസിൻ്റെ ഒരു സ്കെച്ചും മേടിച്ചു. പിന്നെ എനിക്കും ഉണ്ണിക്കും കറി എന്തെങ്കിലും ഉപ്പേരൊക്കെ കൊണ്ടുപോകാൻ എൻ്റെ പാത്രം, സ്റ്റീലിൻ്റെ പാത്രം മേടിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് പാത്രം തുറക്കാൻ ഭയങ്കര ടൈറ്റാണ്. അത് കാരണം അത് തുറക്കാനും കിട്ടില്ല. അത് കാരണം വേറെ തന്നെ മേടിച്ചത്. പിന്നെ 2 സ്കെച്ച് മേടിച്ചു കേട്ടോ. അത് ഉണ്ണിക്ക് ഒന്ന് എനിക്ക് വേണം. പിന്നെ ഇതാ ഒരു റബ്ബറിൻ്റെ കിറ്റ് മേടിച്ചു. ഒരു റബ്ബർ ബോക്സ് മേടിച്ചു. പിന്നെ ഫെവിക്കോൾ മേടിച്ചു. ഇനി അടുത്തത് ഒരു ക്രയോൺ ആണ്. ഇത് എൻ്റെ ഉണ്ണിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എന്താ വെച്ചാൽ അവന് കളറിംഗ് ഒക്കെ ചെയ്യാണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം മുമ്പ് മേടിച്ചത് പൊട്ടിപ്പോയി. അത് കുറച്ച് ദിവസം മുമ്പ് മേടിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ക്രയോണിൻ്റെ അത് മേടിച്ചു. പിന്നെ സ്കെച്ച് എല്ലാവരും നോർമലായിട്ട് മേടിക്കുന്നതാണ്. സ്കെച്ച് സ്കൂളിലേക്കൊക്കെ കൊണ്ടുവന്നത് 2 മേടിച്ചിട്ടുണ്ട്. 2 സ്കെച്ച് ഡോംസിൻ്റെ 2 സ്കെച്ച് മേടിച്ചു. പിന്നെ ഞങ്ങൾ കീ ചെയിൻ ഉണ്ടാക്കും, മേടിക്കും. എന്നിട്ട് കുറേ കഴിഞ്ഞാൽ പൊട്ടിക്കും. അതിൻ്റെ ഉണ്ണിലൊക്കെ ഇടയ്ക്ക് ചിലത് പൊട്ടും കേട്ടോ. ചിലത് പൊട്ടിക്കാണ്ട് തന്നെ പോവും. ഈ കണ്ണ് പെട്ടെന്ന് അകലും. അത് കാരണം പിന്നെ കീ ചെയിൻസ്. അത് കീ ചെയിൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബാഗിൽ 5-ൽ 7-ലൊക്കെ പഠിക്കുമ്പോൾ ബാഗിൽ കുറേ കീ ചെയിൻസ് ഉണ്ടായിരുന്നു കണ്ടത്. ഇത് ഈ ബ്ലൂവും ഈ ഒരു മനുഷ്യനും ഉണ്ണിയുടെയാണ്. പിന്നെ ഈ പാണ്ട യൂണിക്കോൺ എനിക്ക് പാണ്ടയും യൂണിക്കോണും അവിടെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നിയത് ഈ 2 കുറേ കീ ചെയിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് 2 ഞാൻ മേടിച്ചു. പിന്നെ അവൻ്റെ ഇതൊരു മനുഷ്യനാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് അവൻ മേടിച്ചു. പിന്നെ ഒരു പേന. ഇത്
ലെക്സിലെ ആണ്. ലെക്സിലെ ഒരു പാക്കറ്റാണ് മേടിച്ചു. ഒന്നേ മേടിച്ചു. പിന്നെ ചാർട്ട് എല്ലാവരും മേടിക്കും. ഇതെൻ്റെ ഉണ്ണിക്ക് പ്രത്യേകിച്ച് അവൻ എന്ത് വർക്ക് എന്തെങ്കിലും വർക്കൊക്കെ അവന് വരുമ്പോൾ ഈ ചാർട്ടിൽ വേണം അവനെ ഒപ്പിച്ച് കൊണ്ടുപോകാൻ. ചാർട്ടിലാണ് കഴിഞ്ഞിരിക്കുന്നത്. അത് 2 പിങ്ക്, ബ്ലൂ, പിന്നെ ഒരു വൈറ്റ് ചാർട്ട് മേടിച്ചു. പിന്നെ യെല്ലോ ചാർട്ട് മേടിച്ചു. പിന്നെ ഇത് ഒരു കളർ ഷീറ്റ്സ്. ഇത് നമുക്ക് അവന് 2ാം ക്ലാസ്സിൽ, എനിക്ക് 2ാം ക്ലാസ്സിൽ ട്രാഫിക്കിൻ്റെ നമ്മൾ ട്രാഫിക് ആ സിമ്പിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അവനൊരു യെല്ലോ, പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ, പിന്നെ ഒരു റെഡ് മേടിച്ചു. ഈ 2-3-4 കളർ പേപ്പേഴ്സ് മേടിച്ചു. പിന്നെ ഇതേ ഫുഡ്, പ്ലാന്റ്സിൻ്റെ ഇത് ഒരെണ്ണം, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ എനിമൽസ്, പിന്നെ വേറെ പ്ലാന്റ്സ്. ഇത് തലയിൽ കണ്ടിട്ട് നമ്മൾ നോക്കിയ കാരണം അങ്ങനെ വെച്ചിട്ടാണ്. പിന്നെ ഫുഡ്സിൻ്റെ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചുകൊണ്ടുപോകാൻ. ഞങ്ങൾ അങ്ങനെ ഒട്ടിച്ചാൽ ഇവൻ്റെ LKG, UKG, പ്രീ പ്രൈമറി ബുക്സ് ആയിരുന്നു. അപ്പോൾ അതാണ് അവർ ഒട്ടിച്ചു കൊണ്ടുവരുന്നത്. എന്താ വെച്ചാൽ അതിലൊന്നൊരു ക്ലിയർ ഉണ്ടാവും, ബുക്സ് സ്റ്റിക്കേഴ്സ് ആയതൊക്കെ. പിന്നെ അത് ഒരു വാട്ടർ കളർ. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ലോങ് വീഡിയോ ഇട്ട് വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.